ടയർ പണി കിട്ടി. ഒരു കുഴി ചാടിയതാ. ഒന്നെങ്കിൽ അലോയി ചീന്തി ഉണ്ടാവും, അല്ലെങ്കിൽ ടയർ പൊട്ടിയിട്ടുണ്ട്, എന്തെങ്കിലും സംഭവിച്ചിന്. ഇഷ്ടക്കത്തെ കുണ്ടും കുയ്യും. ആ കുഴി ചാടിയപ്പോഴേ ഉറപ്പിച്ച എന്തോ സംഭവിച്ചു. ഒന്നെങ്കിൽ അലോയി ചീന്തി ഉണ്ടാവും, പോപ്പ് ഔട്ട് ആവുകയെ എടുക്കണതാ. അലോയി ബെൻഡായി. ബിഗ് പ്രോബ്ലം പപ്പടം കൊണ്ടും കാര്യമില്ല. പപ്പടം ഇങ്ങനെ ബലങ്ങനെ അതിൻ്റെ ഉള്ളിൽ റൗണ്ടിൽ പപ്പടം വെച്ചാൽ ഒരു കാര്യം ചെയ്യാം. ഒരു പഞ്ചർ കട കിട്ടി. ആ റോഡിൻ്റെ നേരെ ആപ്പാസിറ്റ്. മൂപ്പരെ കൊണ്ടൊന്ന് സമീപിക്കണാണ്ട് വരാൻ. അതാണ് നമ്മൾ ഗവൺമെൻറ് ആസ്പത്രിയിലെ ഡോക്ടർമാരെ ഡിമാൻഡാണ് ആൾക്കാർക്ക്. ജാക്കറ്റ് നമ്മളതിനെ അയച്ചുകൊണ്ട് കൊണ്ടുവരിക. മറക്കുവാനാകില്ല, പൊറുക്കാനുമാകില്ല. ജീപ്പ് പോപ്പുലർ ഓട്ടോമൊബൈൽ. പഞ്ചറാര എന്തായാലും അടക്കൂല നമ്മളോട് പറയാതെ. അയാളെ ജാക്കി നമ്മളില്ലല്ലേ. ചിലപ്പോ അയാൾ നമ്മളെ ഇറങ്ങി നടക്കുന്നുണ്ടാവും അവിടെ. നീ കണ്ടോളി മക്കളെ, ഫായിസ് ആരാന്ന് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവും. പഞ്ചർ മുതൽ എഞ്ചിൻ വരെ വെറുതെ അവനെ കൂട്ടി. ഒന്ന് തൽക്കാലം ഒരു കൈ കൊണ്ടിട്ട്. അറിയോ ഇനി ഇതെന്താ ചെയ്യാ? എവിടുന്ന കിട്ടുക? അതൊക്കെ ആകെ ഞെളിഞ്ഞി പുളിഞ്ഞി. ബിസ്ലേരിന്റെ പാട്ടയിൽ ചുടുവെള്ളം ഒഴിച്ചരിയായി എളിഞ്ഞു കൂടി. ഓടോ അയാളെടുത്തുണ്ടോ? ഇവിടെ പൊട്ടി നോക്കിയാ നല്ല പൊട്ടുണ്ടോ? बैंड हो गया क्या? इसको मशीन में देके इसको सीधा करना. ആ രൂപ അതിൻ്റെ ഉള്ളിൽ കാറ്റടിച്ചപ്പോൾ പൊട്ടിപ്പോയി. ഇനി വേറെ രൂപ അതിൻ്റെ ഉള്ളിൽ വലിയൊരു പീസ് ഇട്ടാണ്ട് അടിക്കാനുള്ള പരിപാടിയിലാണ് ബോസ്. ചീന്തി എന്താ സോപ്പും പൊടിയോ തിരുമ്പാനുള്ള പരിപാടി? ഇവിടുന്ന് അടുത്ത ട്യൂബ് ഇവിടെ അടുത്തൊരു ട്യൂബ് വീടുകളുണ്ട്. ഇവിടെ സ്ഥിരമായിട്ട് മൂപ്പനോട് അറിയാം. ഇവിടെ ടയറ് റോഡ് കേടുന്നോണ്ട് മൂപ്പർക്ക് എല്ലാം പണിയുണ്ട്. സ്ഥിരമായിട്ട് ഇങ്ങനെ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. മൂപ്പര് അതാ അന്തിക്കൊന്നും പൂട്ടാത്ത. അടുത്ത പഞ്ചർ അടച്ചിട്ടോ. അടുത്ത ട്യൂബ് ഇട്ട് ഇനി കാറ്റടിച്ച് നോക്ക. നല്ല നെളിഞ്ഞിട്ടോ. ഇനി കാറ്റിക്കില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കാര്യം ചെയ്യാം. കുറെ ട്യൂബ് വാങ്ങിയാണ് നിറയ്ക്കുക. അതിനുള്ളിൽ ഫുള്ള് ട്യൂബ് അട്ടിക്കട്ടിക്കിടുക. പിന്നെ കാറ്റടിക്കണ്ട, പക്ഷെ മണലൂടാ. ശരിക്കാനാക്കിയാ പോലെ എല്ലാ വണ്ടിയും. അടുത്ത കാറ്റിറക്കിയാൻ പോകണ്ടോ? ആരോടിഞ്ഞുള്ള കാറ്റൊക്കെ പാടെ അതിൽ കുത്തി കയറ്റണ്ടായിരുന്നോ? കുറച്ചടിച്ചാൽ മതി, ബാക്കി പിന്നെ അടിക്കാം ഒഴിവരെ. വണ്ടി അവിടെ എന്തായാലും കേറൂല. മസാലൊക്കെ ഏതായാലും കൊണ്ടുവന്നോണ്ട് ഒരു ഉപകാരായി. നമുക്ക് ഈ പരിപാടി നിർത്തിയാണ്ട് ഈ പരിപാടി തുടങ്ങിയാലോ? മൊബൈൽ പഞ്ചർ ജാക്കിയായിട്ട് നമ്മള് മുങ്ങ വെച്ചിട്ട് മൂപ്പർ ഇങ്ങോട്ട് വന്നിക്ക. അയാൾക്ക് എന്താ പിടിക്കാൻ കൊടുക്കുക? അയാളെ കയ്യാട്ടിക്കണേ. ആ സ്പാൻഡർ മൂപ്പരെ വെച്ച് കൊടുത്തതാ. കഴിഞ്ഞോ? ഇവിടെ പണിക്ക് വെക്കണോ? മൂപ്പരത്ത്
അതൊക്കെ എന്തോ ഒരു ഐഡിയ, എന്തോ ഒരു വ്യത്യാസം ഉണ്ട്. മുപ്പര് പത്തോ പറയാൻ വരുന്നുണ്ട്. എന്താ സകല സ്റ്റേറ്റിലും നമ്മളെന്തെങ്കിലുമൊക്കെ ആയിട്ട് വള്ളി പെട്ടിട്ടില്ലേ? നീണ്ടകാല അവധിക്ക് ശേഷം വീണ്ടും വണ്ടി എടുത്ത് റൂമിക്ക് പോകാൻ പോകണം. മെല്ലെ മെല്ലെ ഇങ്ങനെ പോവല്ലേ? മെല്ലെ മെല്ലെ ഇങ്ങനെ പോവല്ലേ? ഒരൊച്ചട്ടാ പറയണേ, ടയറൊക്കെ വിട്ടണേ. ഇപ്പോൾ മൈക്കിൻ്റെ പ്രശ്നം എല്ലാവർക്കും തീർന്നില്ലേ? എൻ്റെ ടയർ പൊട്ടിയപ്പോൾ വേറെ മൈക്കുണ്ട് എടുത്തിട്ട്. ആദ്യത്തെ മൈക്ക് ഒരു സൈഡേ കേൾക്കുള്ളൂ, ഹെഡ്സെറ്റ് വെച്ച് കേൾക്കുന്നത് പരാതി ഉണ്ട്. ഇനി പുതിയ മൈക്ക് വാങ്ങാനുള്ള സാഹചര്യം ഒരു ടൗണൊന്നും കിട്ടാത്തതുകൊണ്ട് അങ്ങനെ പോകുന്ന. ഇപ്പോൾ തപ്പിയപ്പോഴാണ് കണ്ടത് പഴയ മൈക്കയിലുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ വോയിസ് ക്ലാരിറ്റി എങ്ങനെയാണെന്ന് അറിയില്ല, എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും. നമ്മൾ ഇന്നലെ രാത്രി ബീർ ഭൂമിലുള്ള ക്യാമ്പസിലെത്തി. നല്ല നേരം വൈകി, ഏകദേശം ഒരു 11 മണി കഴിഞ്ഞിട്ട് എത്തുമ്പം. ഇന്നിപ്പോൾ രാവിലെ, ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയാണ് ഇവിടെ നല്ല എല്ലായിടത്തും വെള്ളിയാഴ്ച തന്നെ. ഇന്നിപ്പോൾ രാവിലെ തൊട്ടടുത്തുള്ള വില്ലേജിൽ ഈ പോയട്രി പറഞ്ഞ കവിത അല്ലേ, അപ്പോൾ ഈ കലം ഉണ്ടാക്കുന്ന എന്താ പറയുക, പോട്രി തന്നെ. ഏതായാലും അത് നിർമ്മിക്കുന്ന കുറേ, അതായത് വീടുകളിലൊക്കെ വെച്ചിട്ട് ഈ സംഭവം ഉണ്ടാക്കുന്ന ഒരു ഗ്രാമം തന്നെയാണിത്. ഓരോ ഗ്രാമത്തിനും ഓരോ പ്രത്യേകതയാണ് ഈ ഭാഗത്തൊക്കെ. ഓരോ ഗ്രാമങ്ങളും ഓരോ കലയിൽ പ്രസിദ്ധരാണ് ഈ ഭാഗത്തൊക്കെ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം ഇത് ഞാൻ എടുത്തിട്ടില്ല, പക്ഷെ വേറെ കുറേ സംഭവങ്ങളൊക്കെ ഈ ക്യാമ്പസിൻ്റെ ചുറ്റുപാടും നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം അത് നമുക്ക് എടുക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഏതായാലും നമുക്ക് അവിടുന്ന് 1-2 ടീച്ചേഴ്സിനൊക്കെ കിട്ടിയിട്ടുണ്ട് സ്കൂളിൽ നിന്ന്. അവരും കൊണ്ട് വന്നതാണ്. ഈ സ്ഥലം വളരെ അതിമനോഹരമാണ്. ഇടയ്ക്കിനെ മഴ പെയ്യുന്നെങ്കിലും അല്ലാത്ത സമയത്ത് നല്ല വിങ്ങലാണ്. പിന്നെ മൊത്തത്തിൽ രസമാണ്. പ്രത്യേകിച്ച് ഏർപ്പാടൊന്നും ഇല്ലാത്തവർക്ക് ഇങ്ങനെ ബംഗാള ഭാഗത്ത് കൂടെ ഒന്ന് കറങ്ങി വെക്കും, നല്ല രസമുണ്ട്. ഇത് ഉണ്ടാക്കി വെച്ചാട്ടോ. എനിക്ക് തോന്നുന്നത് ഇത് കുറച്ച് വലിയ സംഭവങ്ങൾ ഉണ്ടാക്കുന്ന ടീമാണ് തോന്നുന്നു. വലിയ വിടാവൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു. അപ്പം ഇതേപോലത്തെ ഈ കുങ്കുമം ചന്ദനമൊക്കെ ആക്കുന്ന ചെറിയ കപ്പുകൾ ഉണ്ട്. ഈ കല്ലെന്നാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇതിലോട്ട് ഈ കല്ല് കൊണ്ടിട്ടുണ്ടല്ലോ. ഇതുപോലെ 3 ആൾക്കാർ കഴിഞ്ഞോ. നമ്മളുമായി അഭിസംബോധന ചെയ്യുന്നു അഷ്റഫ് ബാക്കി ഭയ്യ. പരിചയപ്പെടുവേ? हाँ चला अंदर बना रहे चलेगा. അത് ഞാൻ ചോദിച്ചില്ലേ വരി. ഓ ഇതാണ് അതിന്റെ അച്ച്, കമ്മട്ടം. भैया ये कम्मटम है और चिलमांगल्य है. ഓ ചളി കുത്തിട്ട് പോയക്കണതാ. टॉयलेट बाथरूम का जो रिंग होता है, അതായത് ബാത്റൂമിൽ ഈ ഇത് വെള്ളം കെട്ടിയിരുന്നല്ലേ വേസ്റ്റ് ടാങ്ക്, സെപ്റ്റിക് ടാങ്കിന് റിംഗ് ഇറക്കുക. അതാണിത്. घुमाता है वो, इनके घर में भी है, बनाते हैं, दूसरे घर में बनता है. വേസ്റ്റ് കുഴി ഇങ്ങനെ കൊയല് മാതിരി അവിടെ ബാത്റൂമിന്റെ വേസ്റ്റ് കുഴി. വെറൈറ്റി ആവില്ല ഇപ്പൊ പരിപാടി. ഇതെന്താ സാധനം? സാധാരണ ഒരു ഇതിലിട്ട് ഇങ്ങനെ കറങ്ങുക ചെയ്യല്, കറക്റ്റ് ചെയ്യാം. ഇവിടെ ആൾക്കാർ കറങ്ങുക. നമുക്ക് ഇങ്ങനെ റൗണ്ട് വെറുതെ ഇറങ്ങിയ തലറങ്ങും. അത് കലറങ്ങാക്കാനാണോ സേഫ് ആവാൻ വേണ്ടിയാണോ അറിയില്ല. ഒരേ അളവിൽ പിടിക്കും വേണ്ടേ? അതൊക്കെ ഇങ്ങനെ സ്ഥിരാവും. तनी क्ले चाली मिट्टी, बस मिट्टी, इसमें सीमेंट मिक्स करते हैं. सीमेंट नहीं है, सैंड, बालू मिसाल है. बालू हाँ ഇതിലേ അത് മിക്സ് ആക്കും. फिर क्या करेगा, जलेगा?
इसको एक तरह होना थोड़ा ताकत आने के लिए क्या करेगा, जलेगा? हाँ हाँ പിന്നെ ഇത് കത്തിച്ചാണ്ട് നമ്മളെ സ്റ്റിക്ക് ഉണ്ടാക്കുന്ന സെറ്റപ്പ് തന്നെ. जलाते हैं क्या? പക്ഷെ ഇവിടെ ശ്രദ്ധേയമാകുന്നത് ഇവരുടെ ഈ കറക്കമാണ്. जलाने के बाद हाँ इसको जलाना पड़ता है. जलाने के बाद हाँ थोड़ा आज में जला കറക്റ്റ് ചുവപ്പ് കളർക്ക് വരുന്നല്ലേ അത് ചൂടാക്കുമ്പോ ചോപ്പോ സ്റ്റിക്കൊക്കെ കാണാരി സ്റ്റിക്കിന്റെ മാതിരിയാവും. তো ভাটা আছে বাইরে সাজাতে সাজা আছে ওইগুলো പുറത്ത് ഇതിന്റെ তো বাইরে ভাটা সাজা चूड़ा चूड़ा चूल्हा चूल्हा इधर है हाँ हिंदी में चूड़ा बोलता है. ബാട്ടി ബട്ടി പോലത്തെ അച്ചി ഇതും വിട്ട ചൂടാക്കുക. അല്ലത് മറ്റേ അച്ഛൻ നമ്മുടെ പുറത്ത് ആ വലിയ വിടാവിന്റെ അച്ചി. ഇത് കല്യാണ പരിപാടി കണ്ട് എടുക്കുന്ന ചെമ്പ്. ओवन है അതിങ്ങനെ ഒഴിവുണ്ടാവുമ്പോഴേ ഇത് കുട്ടികൾ ഉണ്ടാക്കി പഠിച്ചേക്കാരം മിക്കവാറും എല്ലാ വലിപ്പം വിൽക്കാളാണെങ്കിലോ ട്രെയിനിങ് നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ പഴം തീർന്ന ബാക്കിയുള്ള മാവേറ്റ് ഇങ്ങനെ ഈത്തപ്പഴം പൊരിച്ചു ആ അതേമാതിരി ഇങ്ങനെ ഉണ്ടാക്കണേ കറി. അല്ലടാ അത് കുട്ടികള് ഫസ്റ്റ് തന്നെ ഇത് ഉണ്ടാക്കുക അല്ലാതെ ഞാൻ ചട്ടി ഉണ്ടാക്കുക ഇതിമ്മ ഉണ്ടായിക്കൊണ്ടുള്ള കൈയൊക്കെ തയങ്ങിന് ശേഷം ചട്ടി ഉണ്ടാക്കി കൊടുക്കുക. നീ ചോദിച്ചാലോ ശരിക്കും എന്താണ് നമ്മള് വെട്ട് കഴിഞ്ഞില്ലേ नाइस भी बनाते हैं ഇതെന്താ ഈന്തും പൊടി ഉണ്ടാക്കിയ ചെരി ഇങ്ങനെ ചുറ്റി വെച്ചിന്. ये क्यों बनाते हैं? ये हमारे इधर जो है हाँ? दरगाह जो जानते हैं ना हाँ। दरगाह में डाल ये बच्चे लोग बनाते. नहीं नहीं बड़े लोग बनाते हमारा അത് പോയി അതിന്റെ അന്നത്തെ കോട്ട കഴിഞ്ഞിട്ടോ. ആ ശരി കാണാം हैं। वो ओवन है इसका അടുപ്പ് അതാണ് ചൂട. അടിയിലിട്ട് കത്തിക്കും, മേലെ ചൂട്. നേരെ ഡയറക്റ്റ് തീ കൊടുക്കൂലല്ലോ ഇതിന്. ഈ സ്റ്റേ കമ്മിയിലൊന്നും പണിയെടുത്തില്ല. പണിയെടുത്തില്ല ഞാനെടുത്തില്ല. കണ്ടില്ലേ ഇതൊക്കെ നമ്മള് പോളിടെക്നിക്കിൽ പഠിച്ചാടാ സ്റ്റേജ് കമ്പനിയൊക്കെ പോളിടെക്നിക്കിൽ അതാ അടുപ്പിക്കുന്നത്. എല്ലാം ഉണ്ട്. പോളിടെക്നിക്ക് എന്താ പോളി പറഞ്ഞ പോളി പലതരം ടെക്നിക്ക് അല്ലേ. പോളി എന്ന് പറഞ്ഞാൽ പലതരം എന്നർത്ഥം. इधर से पूरा नजर आओ അവിടെ നല്ലപോലെ കാണാൻ ഇന്ത്യക്ക് പഠിച്ചൊക്കെ കള്ള കണ്ടിട്ട് നല്ല അനുസരിച്ചില്ലേ. ഇടയിൽ കൂടെ സംസാരം കേട്ടുണ്ടോ? ഗ്രാമത്തിലെ സുന്ദരികളാണ്. से लगाते आते हैं फिर अंदर से आग डालते हैं तो ഗ്രാമത്തിൽ രണ്ട് സുന്ദരന്മാർ ഇവിടെ ഉണ്ട് നേരത്തെ. ये അങ്ങനെ ആവാന് ഉണങ്ങാന് एक साथ जो है 150-200 पीस आता है ഇതാണ് സാധനം. ചൂടാക്കി ചൂട ഇത് ചൂടല്ല ശരിക്കും. ചൂടാന്ന് പറയുമ്പോ നമ്മള് ഫുള്ള് അടച്ചിട്ട് കണ്ട് ഫർണസ് ഇതാകുമ്പോ ഇതൊരു തരം അടുപ്പായിട്ട് കണക്കാക്കുന്നത്. അടുപ്പ് ഇത് ഞാൻ അടച്ചിട്ടത് ഇതൊക്കെ ഇവിടെ കത്തി പോയതാണോ? വേറെ അല്ലേ? പണ്ട് ഈ ഉണ്ടാകുന്ന പെരയിലൊക്കെ അതിന്റെ അടുക്കള പുറ ഇതേമാതിരിയല്ല ഉണ്ടാവുക. ചിമ്മിണിന്റെ അവിടെ കരിയൊക്കെ കുടിച്ച് ചിമ്മിണിന്റെ പണ്ടല്ല എപ്പോഴും അങ്ങനെ തന്നെ. ചിലപ്പോ ചിമ്മിണി പരിപാടി ഇല്ലാത്തതുകൊണ്ടാണ്. പുകയില്ലാത്ത അടുപ്പിലാണെങ്കിൽ ഫുള്ള് പുകയാ. ആടുകളൊക്കെ ഇന്ന് വെള്ളിയാഴ്ച കൊണ്ട് ലീവ് വയ്ക്കാറല്ലേ? ഇതാണ് മെയിൻ ആയിട്ട് അതിന്റെ റോ മെറ്റീരിയല്. സാധാ ഈ മണലിപ്പം അവിടെ കിട്ടാനില്ലല്ലോ. മണലും അസല് കളിമണ്ണും അത് കൂട്ടിയിട്ട് ഈ പത്തിരി വരത്തിച്ചുണ്ടില്ലേ ഈ കുത്തപ്പ മാതിരി ഒക്കെ ചാണാണ് കേട്ടോ. ഓ ട്രൗസർ കട കുഞ്ഞാ പോ നോക്കിയാ. ഇത് മെഷീൻ ഇവിടെ മെഷീനായിന്. മെഷീന് ഇവിടെ ഇങ്ങനെ ചെറിയൊരു ഡെവലപ്മെന്റ് ആയി വരുന്നുണ്ട്. അതല്ലടാ ചെറിയ സാധനം ഉണ്ടാക്കാനാണ് അതുകൊണ്ടാവും ഈ സാധനം. ഇത് മെഷീൻ ആയിട്ട് ഉണ്ടാക്കണ ഈ മെഷീൻ से बना रहे ये मशीन से एक दिन में कितना बना सकते? एक दिन में 50 50 60 हाँ हाँ एक दिन ഒരു ദിവസം 200 ഉണ്ടാവും അത്ര. ഈ ചെറുതായതുകൊണ്ട് മെഷീൻ തന്നെ വേണം. വലിയൊരു സാധനം മെഷീൻ മേലാണെന്നുണ്ടെങ്കിൽ എന്താ പറയാ ഈ ഇതിന്റെ ഈ അറ്റക്കഥ ഈ മോഡലൊക്കെ അത് 5 മെഷീൻ में आएगा. ഇപ്പൊ അത് ഉണക്കാൻ വെച്ചതാ. ഇനി ഉണങ്ങിയിട്ട് ഒന്ന് ഫർണസിലിടുക അല്ലേ?
कितना टाइम लगेगा ये ड्राई होना चाहिए? टाइम लगेगा 2 मिनट 1 मिनट। इसका दाम कितना है? इतना दाम 200 रुपया 200 रुपया एक को। एक। सो इसमें मशीन में बनाना है। ये मशीन है, ये मशीन है। अच्छा, गाय ने होय ये गांव में सब लोग यही काम कर रहे हाँ, सब लोग यही काम कर रहे हैं। कोई पाल है मेरा। हैं। एक्सपोर्ट करता है यहाँ से? हाँ, किधर किधर जाने? पाकुड़ बाहर? जाए, जाए बरहमपुर जाए बरहमपुर जाए, अच्छा, कलकत्ता में जाए वेस्ट बंगाल से हाँ। बाहर? जंगीपुर जाए। हाँ, आउटसाइड कंट्री जाता है गल्फ में? कंट्री नहीं जाता ഇത് പൂജൻ ചെയ്യണ അത് മാത്രത്തിൽ ബുഹൂറൊക്കെ ഇട്ട് കത്തിക്കും. धूपबत्ती। ഇതിന്റെ ആ വേറെ വെറും കൊള്ളി. अच्छा, അടിക്കിറങ്ങിയല്ലോ. പൂള കത്തിക്കാനുള്ള പരിപാടിയിലാണ്. ആ ഊതാണ്. രണ്ട് വിറകൊക്കെ ഇട്ടെ. നല്ല ചൂടാട്ടറിയാ. ആ ഞാൻ ചോദിച്ചാ മുറം കത്തിക്കല്ലേ, അവല്ലാതെ തല ഉള്ളിൽ ഇട്ട് കൊടുക്കല്ലേ അടുപ്പിക്ക്. ഇത്രയും കാലം കത്തവര് 50 കൊല്ലം ബൈക്കുള്ള മുറ കയറി പോയി. ഓരോരുത്തർ പൂതിയാവും. നമുക്ക് വീസണോ, വീസോടുത്ത് പോയാൽ വീസണോ, മരിച്ചോടുത്ത് പോയാൽ മരിച്ചെടുക്കണോ, ഓന്റെ ഓരോരോ ആഗ്രഹങ്ങള്. അതിക്ക് തല ഇട്ടാണ്ട് ഊരി വെക്കാ, നാലാണ്ട് കത്തട്ടാ ആളി. 7 घंटे टाइम लग गए। ये भाटा भी 7 घंटे टाइम लगे। അപ്പൊ ഇത് ആയി വരാന് കിतना घंटे? 7 घंटे। 7 മണിക്കൂർ ആവത്രേ ഈ ഒരു ബാച്ച് ചൂളക്കിടാന്. ഈ ബ്ലാക്ക് കളർ റെഡ് കളർക്ക് ആവാൻ എത്ര സമയം എടുക്കും? ആ തന്നെ 7 മണിക്കൂർ Black പറഞ്ഞേ. नहीं है वो कलर है ये वाला। അതൊക്കെ ശരീരം നോക്കാം. നമ്മളത് വള്ളിയും ചാടി ചന്തിയും ചാടി ഇതെങ്ങനെ ആയി കിട്ടും? പ്യുവർ കളിമണ്ണാണ് मादिरी. इसमें कितना आएगा? कितना इसमें कितना आएगा? 170 पीस। हाँ, ഫുള്ള് പാത്തിട്ടുണ്ട് കേട്ടോ. പുറത്തേക്കാണ്ട് എയർ പോകാതെ അതിന്റെ ഉള്ളിൽ തന്നെ കടന്ന് വിങ്ങാൻ വേണ്ടിട്ടേ പൈക്കോലൊക്കെ ഇട്ട് സൈഡൊക്കെ ഉടച്ച് സെറ്റ് ആക്കിയാണ്. അപ്പൊ ഇതിൽ തന്നെയാണ് പോലെ. ഇതൊരു കൃഷിയല്ലേ, ഒരു കർഷക ഗ്രാമമാണ് തോന്നുന്നത്. റെഡി വെള്ളി കോളാട്ടോ. ഇതാപ്പിള് പോവാ കല്യാണ വണ്ടിയോ? ഇങ്ങനെ തന്നെയല്ലേ എല്ലാ വണ്ടിയും കല്യാണം, എന്നും കല്യാണം അവിടെ. ഇതൊക്കെ നമുക്ക് ശരിക്കും ചെയ്യാം. ബംഗാളിലത്തെ റോഡുകള് പണിക്കാരൊന്നോ ഒരു വൃത്തിയുണ്ട്. ആദ്യത്തെ പ്രോസസ്സാണ്. पहले तो वो हाथ में घुमाता था, अभी मशीन में। അത് കറക്റ്റ് ഒക്കെ പത്തിരിക്ക് ഉണ്ടാക്കിയേക്കണ അതിൽ തന്നെ അല്ലേ പരിപാടി. പണ്ട് തിരിക്കണമാണ് ഇപ്പൊ മെഷീൻ ഡെവലപ്മെന്റ് ഉണ്ടല്ലേ. മെഷീൻ ഇട്ട കഴിഞ്ഞ് ഇറക്കിയൊക്കെ പറ്റും. അത് ചട്ടിയും പാത്രമൊക്കെ ആയിക്കൊണ്ട് വരും ഈ മണ്ണിന്റെ ഉള്ളിൽ. बाप मारा तो हमारे सामने जीवन लगा। കൊല്ലന്മാരെല്ലാം മറ്റേ ഷേപ്പ് അങ്ങനെ നോക്കിയിട്ട് നമ്മളെ കൈ ഏതൊക്കെ ആകൃതിയിൽ പോകണം അതേ ആകൃതിയിലേക്ക് പാത്രം കിട്ടുക. ഇതാണ് ഈ കലാവാസന അറിയുന്നത്. കലം ഉണ്ടാക്കുമ്പോൾ ഹിന്ദി ഉണ്ടാക്കുന്നത് गॉड നിന്റെ ഇന്ന് കഴിവ് ഇവിടെ ഒന്നുമല്ല വൈദ്യ. ഇനി അടുത്ത സാധനം ഇതേ അളവിൽ ഉണ്ടാക്കണ്ടേ? അവിടെയാണ് നമുക്കുണ്ടാകാം. പക്ഷെ ഓരോന്നും നെയ്യപ്പം ഉണ്ടാക്കിയായിരിക്കും. ഇനി നൂലിട്ടുണ്ട്
വർക്ക് ചെയ്യാം. നന്നായി. അടുത്ത് അറിയില്ല നമ്മള് ഇതെന്താ നിങ്ങൾക്ക് എന്താ നമ്മളവിടെ ഒരു നാടൻ പ്രയോഗം ഉണ്ടല്ലേ, കൊസവന്മാരോ കൊയപ്പത്തികളോ? മെല്ലിച്ചി നൂല് പോയാൽ പിന്നെ മെല്ലിക്കലാ. काटने टाकছিল জি কাটো তো একটা মানে শুতে ഇതാണ് ഹൊറിഷ്പൂർ ചന്ത, മെയിൽ മാർക്കറ്റ് എന്ന് പറയാം. ഇവിടെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഇതേപോലെ ഷെഡുകൾ ഉണ്ടാക്കി കൊടുത്തിട്ടാണ്. ഈ ഷെഡുകൾ ഗവൺമെന്റ് ഉണ്ടാക്കണാണോ? ഇങ്ങനെയുള്ള ഗവൺമെന്റ് വക ഷെഡ് ഉണ്ടാക്കി കൊടുക്കും. പക്ഷെ ഇപ്പൊ പിന്നെ ഇവിടെ കച്ചവടം ചെയ്യാൻ പൈസ ആണോ? ഗവൺമെന്റിന് പൈസ കൊടുക്കണോ ഇങ്ങനെ സ്റ്റോളുകൾ ഉണ്ടായി? വാടക ഉണ്ട്. ഈ തറയില്ലാത്ത ആൾക്ക് വാടക കമ്മിക്കാറല്ലേ? ആലു ഇവലൊരു മെയിൻ പരിപാടിയാണ്. ചാക്ക് കണക്കിന് നാട്ടിലൊക്കെ കൊണ്ടാണ് ബംഗാളികളൊക്കെ ഉണ്ട്. ആലു എല്ലാ സംവിധാനത്തിലും ആലു ഉപയോഗിക്കും. മെയിൻലി ബിരിയാണിയാണ്. ഒരു വലിയൊരു ഉരുളങ്ങ ഉണ്ടാവും ബിരിയാണിയിൽ ഇങ്ങനെ കിടക്കുന്നത്. എന്തിനാ ചന്ദന്തിരി വരെ കുത്തിയൊക്കെ ആലുമ രണ്ട് സൈഡിൽ നിന്നും ആള് വരും. 360 കച്ചവടം അതിലും ഇതിലും വരും. പക്ഷെ എനിക്ക് തോന്നുന്നു ഇവിടെ ഒന്നുകൂടി രാവിലെയാണ് ആൾക്കാർ വരുന്നത്. അപ്പൊ ആൾക്കാർ കമ്മിയാണ് 8:30 സമയത്തൊക്കെ. പച്ചക്കൊക്കെ വന്നിക്കാൻ ഇതിലേറെ ആൾക്കാരെ കാണാം. പിന്നെ എന്താണെന്നറിയില്ല, അവിടെ ബംഗാൾ രാവിലെ തന്നെ നേരം വെളുക്കും. ഇതിനൊക്കെ വില ഉണ്ടോ ഇവിടെ? ആലു പറഞ്ഞാൽ ഉരുളക്കിഴങ്ങിന് 5 റുപ്യൊക്കെയാണ് കിലോന് വരിക. നമ്മുടെ നാട്ടിൽ എന്തുണ്ടാവും? അവിടുത്തെ രാജാവാസം ഒറ്റക്കൊരു വീട്. ചളി പുലി. കോഴിപ്പീടി ഉണ്ടല്ലോ. എന്താ നായ ഇവിടെ ഇങ്ങനെ കിടക്കണ ആവശ്യമില്ലാതെ. സാധാരണ ഇതൊക്കെ നല്ല ഹോട്ടലിലെ ടൈമല്ലേ രാവിലെ തന്നെ. ആൾക്ക് ഉച്ച വെയിലാവുമ്പോഴൊക്കെ റെസ്റ്റ് എടുക്കലേ, ഓട്ടൊക്കെ സൈഡാക്കിയാണ്ട്. പൂരി മുട്ട ബജിയോ പേരൊക്കെയാണത്? नींबू नहीं है ना नींबू नहीं करी लेना करी में ग्रेवी में डालता है नहीं पोटल में तो खा ले വെണ്ടക്കൊക്കെ എന്താ വില? കിലോ 20 രൂപ കിലോനോ? കുറവല്ല, വളരെ കുറവല്ല പച്ചക്കറിക്ക്. കർഷകർക്ക് എന്തെങ്കിലും കിട്ടുമോ? കുറെ കാലത്തെ നയിപ്പില്ല ഇതിന്. പായസാണ് ഇവിടെ ആൾക്കാർ.
വൺബൺ വാങ്ങിയത് ഈ ഏരിയ മൊത്തം ചീരന്റെ ഏരിയയാണ്. ചീരന്നെയാണത്, ചീരന്നെ. നമുക്കെന്താ വാങ്ങണോ? ഇട്ട് കൊടുക്കണേ വേണ്ട. ഇല്ല. മീനിന്റെ പഞ്ഞി മാത്രം എടുത്താൽ അത് മാത്രം. മൊത്തം മീനില്ലേ, മീനിന്റെ പഞ്ഞി മാത്രം വിൽക്കുന്നുണ്ട്. ഇവിടെ നടക്കാൻ പോലും കഴിഞ്ഞത്. ഇക്കൂടെ നടക്കണമെങ്കിൽ ഓഫ് റോഡ് കാല് വേണം. ഞാൻ നോക്കുന്ന കാര്യം എന്താ വെച്ചാലേ, ഇവരെല്ലാരും ഇവരെ ആവശ്യത്തിക്ക് മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യുള്ളൂ. ഇവിടുത്തെ ചളിയോ കച്ചറ ഒന്നും മെയിൻ ചെയ്യണില്ല. കുട്ടികളൊക്കെ നടക്കാം, ചളി കൂടെ കുട്ടി നടക്കരുത്. വാപ്പാർക്കും ഒന്നും പറയാനൊന്നുമില്ല. നോക്കിയോളാം. ഇത് ഇവിടുന്ന് ഗവൺമെന്റ് വെറുതെ കൊടുക്കുന്ന സൈക്കിൾ നീലാണത്. എല്ലാം ഒരു സൈക്കിള് സ്കൂളില് സൈക്കിൾ കിട്ടേ, സൈക്കിൾ കിട്ടേ. 10ാം ക്ലാസ് പാസ്സായ എല്ലാവരും സൈക്കിൾ കിട്ടുമോ? പിന്നെ അതേപോലെ ഇവിടെ പൈസ ഉണ്ടല്ലോ. മധുരം മധുരം വേണ്ട, ഞങ്ങൾ ഞാൻ നോക്കി നിങ്ങൾ കഴിക്കുക. ഒരു 7up ഒരു മധുരം ആയിക്കോട്ടെ. ഒറിജിനൽ പാലിന്റെ സത്താണല്ലോ, നോക്കട്ടെ. ഒറിജിനൽ ആയതുകൊണ്ട് തുറക്കാട്ടത്. പുളിണ്ടല്ലോ, മധുരണ്ട്. കട്ടാതൈര്. ആ ഇത് കട്ടാതൈര് എന്താ പറഞ്ഞ അതിന്റെ അടിയിൽ തോയ്യ നീച്ച വിലക്കാ അതും കട്ട. അത് കട്ടന പുളിയല്ലേ ശരിക്ക്. മധുരത്തിന്റെ ഒരു ആൾക്കാരാണ് ബംഗാളികള്. നല്ല കട്ട മധുരം ഇങ്ങനെ തിന്നാണ്ട് ഇങ്ങനെ മൊത്തം ഇങ്ങനെ ബുഗണം ബൽക്ക്. ഐ ഷോണടിക്കലങ്ങ. പിന്നെ ഒരു ഓണിന്റെ ആൾക്കാരാ, ആകെ ഓണടി.